ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഈസ്റ്റർ സെലിബ്രേഷനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മക്കളും വന്നിട്ടുണ്ട്, പിള്ളേരുകളെല്ലാവരും ഉണ്ട്. ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും എൻ്റെ കുടുംബത്തിലെ ഇവിടെ ഉണ്ട്. എൻ്റെ വൈഫ് ഒഴിച്ച് ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസ്റ്റർ സെലിബ്രേഷൻ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ പപ്പടം വറുത്തത്, നാടൻ മാങ്ങയുടെ നാടൻ അങ്കമാലി മാങ്ങാക്കറി, സർലാസ്, ചിക്കൻ, ബോയിലർ ചിക്കൻ ഫ്രൈ, പന്നി, അങ്കമാലി പന്നി ഇറച്ചി. ഇവിടുത്തെ എല്ലാ മക്കളും ഇവിടെ ഉണ്ടെന്ന്. ഒരു വികലാങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് പറ്റിയതാ നോക്കിയേ ഗൈസ്, എൻ്റെ ഒരു കൊച്ചിനെ സൈക്കിളിൽ പോയിട്ട് കാലൊടിഞ്ഞ് എൻ്റെ ഒരു 80,000 രൂപ കളഞ്ഞിരിക്കണ. അവൻ സ്കൂൾ പോയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി അച്ചായി എപ്പോഴും അടുത്തിരിക്കാൻ വേണ്ടി അവൻ ചെയ്യണ സംഭവമാണ്. സൈക്കിളിൽ നിന്ന് വീണ് 80,000 രൂപ മുടക്കി. ഇനി 2-3 മാസം റെസ്റ്റാണ് അവന്. എങ്ങനെ വീണേ? സൈക്കിളിൽ നിന്ന് വീണാ? ചോറ് വീട്ടിൽ നിന്ന് തിന്നുകൊണ്ട് വന്നു പറഞ്ഞോണ്ടേ. ആ ജർമ്മൻസ് ഇങ്ങനെയാണ്. അവള് ജർമ്മനി പോകാൻ പഠിക്കാൻ വേണം. ഞാൻ വീണ്ടും പരിപ്പ് പായസവും പപ്പടവും കൂട്ടി അമ്മൂസ് കഴിക്കണതാണത്. നല്ല നാടൻ കുത്തരി ചോറ്, പിന്നെ അങ്കമാലി പന്നി, പോർക്ക്, പപ്പടം, അങ്കമാലി മാങ്ങക്കറി എൻ്റെ അമ്മയുടെ വക, ചിക്കൻ. ഇത് നമ്മുടെ നാടൻ കോഴി അല്ല കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം നാടൻ കോഴിയായിരുന്നു. ഇത് നമ്മുടെ ബോയിലർ ചിക്കൻ ഫ്രൈ, കച്ചമുറ്, പായസം, പരിപ്പ് പായസം. ഇത്ര ഉള്ളൂ കേട്ടോ ഈസ്റ്ററിന്റെ ഞങ്ങൾ സെലിബ്രേഷൻ. അഭിനയിക്കണു, കണ്ണൻ ചേട്ടനും അഭിനവ് ചേട്ടനും ഇരിക്കണു, നന്ദു ചേട്ടൻ ഇരിക്കണു. ഹായ് ഹായ് മോനായി, ഹായ് പാറു, മാളു, മാളു ഹായ്. അമ്മൂസ് ഹായ്. ഇവന്മാര് 3 പേര് ഏതാണ്ടൊക്കെ ചർച്ചയിലാണ്. തിന്നു തരാറേ, അതൊന്നും പറ്റില്ല. കണ്ണോ തല തീർച്ചടാ. മാളൂട്ടിയെ ചോറിനകത്ത് എന്ത് ചെയ്യാ? ചേട്ടന്മാരുടെ ഒപ്പം ഇരുന്നിട്ട് ആർക്കും വാങ്ങിക്കാതെ കളീനെ തീറ്റ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് വേണ്ട ഇപ്പോഴേ ചോറൊക്കെ വേണ്ടി കഴിഞ്ഞു. ഞാനിവിടെ ഇരിക്കാൻ എൻ്റെ സീറ്റ് ഉണ്ടാവും, ഇവിടെ ഫ്രീ ആണ്. അപ്പോൾ ഇരുന്നിട്ട് ബാക്കിയുടെ വിശേഷങ്ങൾ നമുക്ക് പിന്നെ പറയാം. പന്നി, കോഴി, മാങ്ങക്കറി, ചോറ്, പപ്പടം, പരിപ്പ് പായസവും പപ്പടം ആൾക്കാരൊക്കെ നോക്കാണ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആൾക്കാർ നിൽക്കണേ എന്നുള്ളത് നോക്കിയിട്ട് പെട്ടെന്ന് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവർക്കും പായസം ഇഷ്ടമായി. വെറൈറ്റി പായസമായിരുന്നു പരിപ്പ് പായസം. നമ്മളധികം വെക്കാത്തതാണ്. ഞങ്ങൾ വിഷുവിന് വെച്ചത് പാലടയുള്ള. അപ്പോൾ ഈ തവണ ഞങ്ങൾ പരിപ്പ് പായസമായിരിക്കും സ്ഥിരം വെക്കാറുള്ളത്. ഗോതമ്പ് പായസമാണ്. അതിൽ നിന്നൊരു മാറ്റം എന്തായാലും വേണമെന്ന് വെച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ പരിപ്പ് പായസത്തിലേക്ക് എത്തിയത്. അപ്പോൾ എല്ലാവരും പായസത്തിൻ്റെ തകർപ്പ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളായിട്ടും പെങ്ങളുടെ മക്കളായിട്ടും ഞാനായാലും അഭിനവ് എല്ലാവരും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. ഈസ്റ്റർ നമ്മുടെ ഈസ്റ്ററിന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വരാഞ്ഞിരുന്നത് ഒന്ന് എൻ്റെ വൈഫും ഒന്ന് പെങ്ങളുടെ അണിയനും എൻ്റെ വൈഫുമാണ് ഇന്ന് ഇപ്പോൾ ഈസ്റ്ററിന്. എന്നാലും ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. അവർ മാർക്കയിലും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഓണത്തിന് ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.
ഞാൻ വന്നപ്പോ ഇവിടെ വളയ്ക്കാനും തിരിക്കാൻ പറ്റില്ല. പെണ്ണ് ഇപ്പൊ കാറിന്ന് ഇറങ്ങിയ സ്കൂട്ടർ ആരാ എന്തേ കുടിച്ച് ഫിറ്റായ ചിരി ബാക്കിൽ മുടിയുണ്ട്. ഓരോരുത്തരുടെ പോണം. ഹാപ്പി ഈസ്റ്റർ. ഇതേ പോണം.